അലോവേര അല്ലെങ്കിൽ കറ്റാർ വാഴ കൊണ്ടൊരു ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കിയാലോ? നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് പോലുള്ള പ്രശ്നങ്ങളെ തടയാനും അൾസർ വരാതിരിക്കാനും മലബന്ധം തടയാനും പിന്നെ സ്ത്രീകളിലെ ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രസ് ക്യാൻസർ ഇവയൊക്കെ വരാതിരിക്കാനും വളരെ നല്ലതാണ്. എന്നും പറഞ്ഞ് ഡെയിലി ഉപയോഗിച്ചാൽ അതും ദോഷമാണ്. അമിതമായാൽ അമൃതം വിഷമാണെന്നാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ല. കറ്റാർവാഴ മുറിച്ചിട്ട് അതിൻ്റെ ആ യെല്ലോ ഫ്ലൂയിഡ് പോകാൻ വേണ്ടി ഒരു ദിവസം അത് അനക്കാതെ വെക്കുക. എന്നിട്ട് അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് ഇതുപോലെ അതിൻ്റെ ജെല്ല് മാത്രം എടുത്തിട്ട് ഒരു മിക്സിഡ് ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും കുറച്ച് നാരങ്ങ നീരും ഒക്കെ ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം. ഷുഗർ പേഷ്യൻസ് മധുരം ഒഴിവാക്കുന്നതാണെങ്കിൽ കുറച്ച് ഐസും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് കുടിക്കുക. കറ്റാർവാഴ ജ്യൂസാണെന്ന് പറയത്തേ ഇല്ല, അടിപൊളി. എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തപ്പോൾ ആൾക്ക് ഇത് കറ്റാർവാഴ ജ്യൂസാണെന്ന് മനസ്സിലായതേ ഇല്ല, കാരണം ഒട്ടും കയ്പുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന്